സ്വാഗതം. അപ്പൊ ഇന്നത്തെ നമ്മുടെ കണ്ടന്റ് എന്താണെന്ന് വെച്ചാൽ എങ്ങനെ ഗപ്പിക്ക് പറ്റിയ നല്ല ഫുഡ് വീട്ടിൽ തന്നെ കുറഞ്ഞ ചെലവിൽ ഉണ്ടാക്കാം എന്നാണ്. അതിനായി നിങ്ങൾ ആദ്യം 2 കോഴിമുട്ട പുഴുങ്ങിയെടുക്കേണ്ടതുണ്ട്. 100 ഗ്രാം ഗോതമ്പ് പൊടിക്ക് 1 മുട്ട എന്നാണ് കണക്ക്. കോഴിമുട്ട പുഴുങ്ങുമ്പോൾ അതിലേക്ക് കുറച്ച് കല്ലുപ്പിട്ടാൽ കോഴിമുട്ടയുടെ തോട് വേഗം പൊളിക്കാൻ കഴിയും. ഞങ്ങളിവിടെ 200 ഗ്രാം ഗോതമ്പ് പൊടിയാണ് എടുത്തത്. അതുകൊണ്ടാണ് ഞങ്ങൾ 2 മുട്ട എടുത്തത്. തോൽ പൊളിച്ചതിനു ശേഷം അതിൻ്റെ മഞ്ഞക്കരി മാത്രം നമ്മൾ എടുക്കുക. വെള്ളം നമുക്ക് ആവശ്യമില്ല. എന്നിട്ട് നമുക്ക് ആ മഞ്ഞ ഭാഗം കൈകൊണ്ട് നന്നായി പൊടിച്ചെടുക്കാം. എന്നിട്ട് നേരത്തെ പറഞ്ഞ ആ അളവിൽ ഗോതമ്പ് പൊടി എടുക്കുക. അതായത് 100 ഗ്രാം ഗോതമ്പ് പൊടിക്ക് 1 കോഴിമുട്ട എന്ന അളവിൽ. അപ്പൊ നമ്മൾ ഇത് രണ്ടും കൂടി മിക്സ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ കോഴിമുട്ടയുടെ കരിവിൽ നല്ല വെള്ളത്തിന്റെ അംശമുണ്ട്. അപ്പോൾ വെള്ളത്തിന്റെ അംശം ഉണ്ടെങ്കിൽ നമ്മുടെ ഫുഡ് പെട്ടെന്ന് കേടാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ അതൊന്ന് ചൂടാക്കി എടുക്കുക. നിങ്ങളത് ചൂടാക്കുമ്പോൾ കുറച്ച് കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത് കഴിയാൻ പാടില്ല. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധയോടെ ചൂടാക്കുക. അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ ഒരു ന്യൂസ് പേപ്പർ വിരിച്ചിട്ട് അതിൻ്റെ മുകളിലിട്ട് ചൂടാക്കുക. അപ്പോൾ ഗൈസ്, നമ്മുടെ ഗപ്പി ഫുഡ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഗപ്പിക്ക് കൊടുത്തു നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഈ ടാങ്കിലാണ് ഈ ഭക്ഷണം കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് കഴിക്കാൻ നോക്കാം. ഫ്രണ്ട്സ്, നമ്മൾ ഇതിൽ ഫുഡ് ഇട്ടിട്ടുണ്ട്. നമ്മൾ വിചാരിച്ച പോലെ അത് നന്നായി കഴിക്കുന്നുണ്ട്. ഞാൻ ഈ ഫ്രിഡ്ജ് കേസിൽ ബ്ലാക്ക് മെറ്റൽ, സ്കൈ ബ്ലൂ, ഫയർ റെഡ് എന്നുള്ള 5 തരം ഗപ്പിയെ ഒരുമിച്ചാണ് വളർത്തുന്നത്. നിങ്ങൾക്ക് കാണാം, അതിലെല്ലാ തരം ഗപ്പികളും ഈ